ആരാന്നാ പറഞ്ഞേ? നാടക കലാകാരനോ? ആ പറഞ്ഞു. അതെ പ്രിയ കലാകാര, നിങ്ങൾക്കായി സർക്കാർ ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ട്രീറ്റ്മെന്റിനുള്ള കാശ് കിട്ടും, കുട്ടികളെ പഠിപ്പിക്കാനും കിട്ടും, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. ഇതൊരു മാർഗവും ഇല്ലാത്തവർക്ക് വേണ്ടിയാ. നാടക ആർട്ടിസ്റ്റാ, മാസം 50 രൂപ അടച്ച് ക്ഷേമനിധി ചേരാം. പക്ഷെ ചേരില്ല. എന്നിട്ടോ രോഗം വരുമ്പോ അന്വേഷിച്ച് നടക്കും. ഫാദർ ഭൂമി. ഓ ഭൂമി. ആ സിസ്റ്റർ പറഞ്ഞാണല്ലോ അല്ലേ? അച്യുതന്റെ സർജറിയുടെയും തുടർ ശുശ്രൂഷയുടെയും ചുമതല അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുക്കുകയാണ്. ഞങ്ങളൊരു അന്വേഷണം നടത്തിയിരുന്നു. അച്ഛന്റെ ആരോഗ്യം നഷ്ടമായപ്പോ പഠിത്തം നിർത്തി കോഫി ഹൗസ് തുടങ്ങിയല്ലേ. അതിന് വലിയൊരു എമൗണ്ട് ലോണും. പിന്നെ സിസ്റ്റർ പറഞ്ഞിരുന്നു IPS പോകേണ്ട കുട്ടിയായിരുന്നു എന്ന്. വരൂ. ഞങ്ങൾ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ടുള്ള ഓർഡറാണ്. ഡോക്ടർക്ക് ഇത് കൊടുത്താൽ മതി. സ്റ്റാർ ഹോസ്പിറ്റലിൽ തീരാത്ത വിഷയമാണെങ്കിൽ ഭൂമിക്ക് ഏത് ഹോസ്പിറ്റലിലും കൊണ്ടുപോകാം. അതെത്രയായാലും ചെലവ് ഞങ്ങൾ തരും. ഫാദർ ആ വേഗം ആയിക്കോട്ടെ. നമുക്കിറങ്ങാം. വാ. ശരി. സിസ്റ്റർ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദിയും സ്നേഹവും എല്ലാം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുക. മോളെ ഭൂമി, സ്നേഹനിധിയായ സർവേശ്വരൻ കൂടെ ഉണ്ടാവും എപ്പോഴും. ഈ പഴം പായസത്തിനൊപ്പമാണോ? ആ അത് ആദ്യമേ വെക്കാന്നേ. പായസം ഇവിടെ ഉണ്ടാക്കിയതാ, അത് ഞാൻ വിളമ്പിക്കോളാം. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ സീറ്റ് അറേഞ്ച് ചെയ്യണ്ടേ? കുറച്ച് അകത്ത് കൊടുക്കാം. ആ സമയത്ത് നിങ്ങൾ അറേഞ്ച് ചെയ്താൽ മതി. ആയിക്കോട്ടെ, അങ്ങനെ അച്ചൂട്ടാ, അവള് വന്നില്ലല്ലോ. എനിക്കെന്തോ സർപ്രൈസ് തരുമെന്ന് പറഞ്ഞാ പോയിരിക്കുന്നത്. സർപ്രൈസ് എൻ്റെ മോൾക്കാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ. വരാൻ പോണ കാര്യം ഞാൻ മറക്കാൻ ശ്രമിക്കുക. മോളെ അവളുടെ അച്ഛനെ ഏൽപ്പിക്കണ രംഗം എനിക്കുറപ്പാ അച്ചൂട്ടാ, അവള് പോവില്ല. അല്ല, പോകാതിരുന്നാൽ എങ്ങനെയാ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അച്ചോട്ടാ, ഇനിയെങ്കിലും പറ, ആരാ ഭൂമിയുടെ അച്ഛൻ? ഭയങ്കര ടെൻഷൻ. ഇനി 1 മണിക്കൂറല്ലേ ഉള്ളൂ. ആ നിമിഷം നീയും അറിഞ്ഞാ മതി. വാശിയൊന്നുമല്ല, അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. ദേ അത് മതി.
പ്രോഗ്രാം എങ്ങനെയാ? ആ എല്ലാവരെയും ക്ഷണിച്ചിരുത്തുന്നു. പിന്നെ മോൾക്കായിട്ട് നിന്റെ നാടകാഭിനയം. ടെൻഷനിൽ ഡയലോഗ് എല്ലാം മറക്കുമെന്ന് എന്റെ പേടി. എനിക്കും. അതിന് അച്ചുവേട്ടന് അധികം ഡയലോഗ് ഇല്ലല്ലോ, 2 കുഞ്ഞു ഡയലോഗല്ലേ ഉള്ളൂ. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും എന്റെ മാത്രം ഡയലോഗ് ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? 5 മിനിറ്റ് മതിയില്ലേ? എന്നാ ഒന്ന് നോക്കാം. വാ. സംഗീത, ഈ ചടങ്ങിന് നമ്മൾ പോകേണ്ടതുണ്ടോ? പിന്നെ ചെല്ലാന്ന് പറഞ്ഞ എന്തിനാ? അത് അമ്മ അന്ന് അങ്ങനെ പറഞ്ഞപ്പോ, ഈ അമ്മ എന്താ ഇങ്ങനെ? ഈ ഭൂമി നമ്മുടെ ആരാ? ഈ ഭൂമിയിലല്ലേ നമ്മളൊക്കെ താമസിക്കുന്നേ. അപ്പൊ നീ കോമഡി പറഞ്ഞു തുടങ്ങിയല്ലേ? എന്റെ മാധവേട്ട, അമ്മ പറഞ്ഞ പോണം. പിന്നെ ഭൂമി എനിക്കും ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാ. സംഗീതേ, ഞാൻ പറയുന്നതിന്റെ മീനിങ് നീ ഒന്ന് മനസ്സിലാക്ക്. അതെ, അജയ് ഭൂമിയോട് അടുക്കുന്നതിനോട് ഭവാനിക്ക് തീരെ ഇഷ്ടമല്ല, അഞ്ജലിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എന്തിനാ അത് പ്രോത്സാഹിപ്പിക്കുന്നത്? അഞ്ജനയും അജയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഭവാനിയും അഞ്ജനയും ചേർന്നതാണ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണോ മാധവേട്ട? നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ കുടുംബത്തിലെ എല്ലാരും ചേർന്നതാ. നഷ്ടപ്പെട്ട സുമിത്രയും അഭിരാമി എല്ലാരും ചേരുന്നത്. ആഹാ, മാധവൻ നേരത്തെ റെഡിയായോ? അല്ല, ഇന്ന് ഓഫീസിൽ ഫയലൊന്നും നോക്കാനില്ലായിരുന്നോ? അമ്മ ഒരിടത്ത് പോണെന്ന് പറഞ്ഞാ ഞാൻ കൃത്യസമയത്ത് എത്തണമല്ലോ. എന്ന് മുതലാ? അത് എന്റെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ടാ. അയ്യോ, സംഗീത, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു നല്ല കാര്യത്തിന് പോകുന്നുണ്ടാ, ഇല്ലെങ്കിൽ നിന്റെ സ്നേഹം എടുത്ത് ഞാൻ പഞ്ഞി കിട്ടേനെ ഇപ്പൊ. അമ്മേ ഇറങ്ങാം. പോ മോളെ. ഭവാനി വാ. അമ്മേ, ഞാൻ വരുന്നില്ല. വരുന്നില്ലെന്നോ? പിന്നെ നീ എന്നെ കൂട്ടി വന്നത് എന്തിനാ? പറയെടുക്കാനാണോ? ഞാനില്ലെന്ന് അപ്പോഴേ പറഞ്ഞിരുന്നല്ലോ. എപ്പോ പറഞ്ഞു? ദേ, എന്റെ മെമ്മറി ടെസ്റ്റ് നടത്തുകയാണോ നീ? പിന്നെയും എപ്പോ പറഞ്ഞു നീ വരുന്നില്ലെന്ന്? അല്ലമ്മേ, ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. വിചാരിച്ചിരുന്നു, പക്ഷെ പറഞ്ഞില്ല. സംഗീതേ വാ. ഇന്നെല്ലാവരും അറിയും ഭൂമി നഷ്ടപ്പെട്ട അഭിരാമിയാണെന്ന്. അതിന് കാരണം ഞാനാണെന്ന്. അവളെ കൂട്ടിക്കൊണ്ടുവരും. അയ്യോ, ഡോക്ടർ. ഭൂമി ഇരിക്ക. ഒന്നിനൊരു പരിഹാരമാവുന്നില്ലല്ലോ. അച്യുതൻ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതെ ഡോക്ടർ, ദൈവോ എനിക്കിപ്പോ ആശ്രയമായത്. അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റാ സർജറിയുടെയും തുടർ ചികിത്സയുടെയും ചിലവ് ഏറ്റെടുത്തത്. ആണോ? ഇന്ന് തന്നെ ഞാനിത് പ്രോസസ് ചെയ്യാം. ഭൂമി ധൈര്യമായിരിക്കെ. ഡോക്ടർ, ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛൻ കൂടെ ഉണ്ടാവണം. ജീവനോട് ആരോഗ്യവാനായി എന്റെ അച്ഛനെ രക്ഷിക്കണം. എനിക്ക് എന്റെ അച്ഛനെ ജീവനോട് തിരികെ വേണം. ഞാൻ തരും, ജീവനോട് തന്നെ ഭൂമിയുടെ അച്ഛന്. മതി ഡോക്ടർ, സന്തോഷായി. ഇന്ന് അച്ഛന്റെ ദിവസമാണ്. എന്റെ കുറെ ദിവസങ്ങളുടെ സങ്കടം മാറി ഈ ദിവസം ഞാൻ എന്റെ അച്ഛനോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ പോവാ. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതല്ല ഡോക്ടർ.
അംബികയുടെ അഭിനയം ഒന്ന് വീഡിയോയിലാക്കണം. അവൾ അറിയാതെ എന്നും കാണാമല്ലോ മരിക്കും വരെ. അംബികയുടെ ഈ അഭിനയമാണ് എനിക്കവളെ തന്നത്. ഇനി എന്റെ പോർഷൻ ഒന്ന് നോക്കി വെക്കാം. അച്ചേട്ടാ, അച്ചേട്ടാ, എന്താടി ഇതെന്തോന്നാ കത്തി? പ്രോപ്പർട്ടി ഒറിജിനൽ തന്നെ ആവട്ടെ. ഇനി സൂക്ഷിച്ചു കുത്തണം. അഭിനയം തലയ്ക്ക് പിടിച്ച് കുത്തി കയറ്റരുത്. നോക്കട്ടെ. ആ, പിന്നെ അച്ചേട്ടാ, നല്ല മഴക്കാറുണ്ടല്ലോ, പ്രോഗ്രാം കൊള്ളാവോ? ആ, അതിനല്ലേടി പന്തലിട്ടേക്കുന്നത്. ആ, നമുക്ക് വേഗം റിഹേഴ്സൽ നോക്കാം. പിന്നെ നാടകത്തിനൊരു രീതിയുണ്ട്. കൂടുതൽ ഡയലോഗും ഭാവവും ഒക്കെ പ്രേക്ഷകന് നേരെ ആയിരിക്കണം. ആ, ആ, അപ്പൊ നമുക്കിവിടെ ഇപ്പൊ റിഹേഴ്സൽ ചെയ്യുന്നത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാം. അത് ഞാനേറ്റ്. ആ, ഇനി തന്നെ ഇതിപ്പോ എന്റെ വലിയ ഡയലോഗ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ, ഇടയ്ക്ക് വല്ലതും മറന്നുപോയി ഞാൻ ഒന്ന് നോക്കുവേ. അതൊന്നും കുഴപ്പമില്ലെന്നേ. അതെ, ഡോറങ്ങ് അടച്ചേക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ട വട്ടാൻ. ഇതല്ലെങ്കിലും വട്ട് തന്നെയാ. എടി, നീ ചെന്ന് വെളിയിലത്തെ കഥ കടച്ചേ. എന്നാ പിടിച്ചോ. ചെല ആദ്യം നമുക്കൊന്ന് നോക്കാം. ബാ. ആ, കുറ്റിട്ടോ. ദാസ, ആ. മഴയുടെ ലക്ഷണം ഉണ്ടല്ലോ. അതേലോ. ആ, നമുക്ക് നോക്കാം. അമ്പിയെ, എടി അമ്പിയെ, കഥ ഓർക്കടി ചൂലേ. കഥ ഓർക്കടി ചൂലേ. അകത്തുനിന്ന് എന്താ ഒരു ശബ്ദം? കഥക് തല്ലി പൊളിക്കുന്ന പോലെ ഉണ്ടല്ലോ. അതാ അച്ചുവേട്ടനാ വെള്ളം അടിച്ചു വന്നു കാണും. ഏയ്, അച്ചുവേട്ടൻ മദ്യപിക്കുന്ന ആളെന്ന് പറഞ്ഞു. ഞങ്ങള് കണ്ടതാ നേരിട്ട് പല ദിവസവും. ഭയങ്കര കള്ളൂടി തന്നെ. നിങ്ങൾ മദ്യപിച്ചല്ലേ? മദ്യപിച്ചോന്ന് കൂട്ടുകാരുടെ കൂടെ കൂടി ലേശം മദ്യപിച്ച് ഫിറ്റായി ഫിറ്റായി.
സംഗീതേ, നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു. അതെ അമ്മേ. അല്ല, ഭൂമി എവിടെ? ഒന്ന് പുറത്തോട്ട് പോയതാ, ഇപ്പൊ വരും. മുത്തശ്ശി ഇരിക്ക്. അമ്മ ഇവിടെ ഇരിക്കാം. മദ്യപിക്ക്, ഇനി മദ്യവയ്ക്ക്. മദ്യപിച്ച് രോഗിയാവ്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടേ ഞാൻ ഇനി ലോകം മുഴുവൻ തെണ്ട. അല്ലെങ്കിൽ ഉള്ളതെല്ലാം വിറ്റ് പറക്കാം, അല്ലെങ്കിൽ വീട് വിറ്റ് തുലയ്ക്കാം. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ സംഗീതേ. അതെ അമ്മേ. എനിക്ക് ശീലാവധി ആവണ്ട. ഞാനൊരു സാധാരണ സ്ത്രീയാ. അതാരായി ഒച്ചത്തിൽ സംസാരിക്കുന്നത്? അത് റേഡിയോയോ ടിവിയോ ആണെന്ന് അറിയില്ലല്ലോ അമ്മേ. ഏട്ടാ, നിങ്ങൾ നേരത്തെ എത്തിയോ? ഇല്ല, ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. സർ, ഇങ്ങോട്ടിരിക്കാം. പതിധർമ്മം പാലിച്ചു ഞാൻ. ഇനി എനിക്ക് വയ്യ. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. നിങ്ങൾ മരിക്കണം. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. നിങ്ങൾ മരിക്കണം. നിങ്ങളൊരു ഭർത്താവാണോ? നിങ്ങളൊരു മനുഷ്യൻ പോലും അല്ല, മൃഗമാണ്, മൃഗം. നിങ്ങള് എല്ലാം നശിപ്പിക്കാനുണ്ടായ മൃഗമാണ്. നിങ്ങളെ നോക്ക്, ഈ കത്തി കൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവൻ എടുക്കാൻ പോവാ. ശിവ, അകത്തെന്തോ ശബ്ദം കേൾക്കുക. വന്നേ. അച്ചോട്ടാ, അച്ചോട്ടാ, മാധവ, എന്താ നീ ഒന്ന് പോയി നോക്ക്. എന്താ സംഭവം? അച്ചോട്ടാ, ഹലോ, ഇത് പൂട്ടിരിക്കുകയാണല്ലോ. അതെ. എന്താ സംഭവം? എന്താണോ അമ്മേ? ഇനി നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. ഇങ്ങനൊരു ഭർത്താവിന് എനിക്ക് വേണ്ട. അജയ്, വല്യമ്മ, എന്തോ സംതിങ് റോങ്. ഞാൻ നോക്കട്ടെ. എന്റെ സർവശക്ത
എന്റെ അമ്മ അച്ഛനെ കൊന്നു. അച്ഛനും മകളും ഒന്നാവാൻ പോവാണോ? അച്ഛന് മനസ്സിൽ പോയിട്ട് പൂജിക്കുന്ന ആള് എന്റെ അമ്മ. എനിക്കൊരു ഉമ്മ തന്നിട്ട് പോകും മോളെ. എന്റെ മോൾക്ക് അവളെ രക്ഷിക്കാൻ കഴിയും. അയാളുടെ മരണം കൊണ്ട് ആ രഹസ്യം മരിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല. മരിക്കുന്നതിന് മുൻപ് ഒരുപക്ഷെ ആ രഹസ്യം അയാൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടാവാം.